നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മന്ത്രി കെ.എം. മാണി കോഴ വാങ്ങിയതായി വിശ്വസിക്കേണ്ടി വരികയാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് റെമിജിയൂസ് ഇഞ്ചനാനിയിൽ. സർക്കാരിൻ്റെ പുതിയ നിലപാട് മാറ്റത്തിൽ കോഴയാരോപണം വിശ്വസിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. KCBC മദ്യവിരുദ്ധ സമിതിയുടെ കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങുന്നതിനെതിരെ സഭാ നേതാക്കൾ ആഞ്ഞടിച്ചത്. മന്ത്രി കെ.എം. മാണി കോഴ വാങ്ങിയെന്ന ആരോപണം ഇതുവരെ തങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റത്തോടെ കോഴ ആരോപണം വിശ്വസിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ഇന്ന് ഈ മദ്യനിരോധനത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുകയാണ്. ഈ കോഴ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇല്ല എങ്കിൽ ഈ നിരോധനത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇതിനു പിന്നാലെ മുൻ നിലപാട് തിരുത്തി കെ.എം. മാണി കോഴ വാങ്ങിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന വിശദീകരണവുമായി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ രംഗത്തെത്തി. അവർ പിൻവാങ്ങിയിട്ടില്ലല്ലോ, അവര് അങ്ങനെ ഒരു എടുത്തിട്ടില്ല. അങ്ങനെ പിൻവാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആലങ്കാരികമായിട്ട് പറയുന്നതല്ലേ, അവർ പിൻവാങ്ങിയിട്ടില്ല. കാരണം മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, അല്ലാതെ അവർ പിൻവാങ്ങിയിട്ടില്ലല്ലോ. റിപ്പോർട്ടർ, കോട്ടയം. ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ തോമസ് ഐസക്, ശ്രീ ആന്റണി രാജു, സർക്കാർ ചീഫ് ശ്രീ PC ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക്, കത്തോലിക്ക സഭയുടെയും ബിഷപ്പിൻ്റെയും നിലപാടിനെ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? കത്തോലിക്ക സഭയുടെ പുതിയൊരു നിലപാടല്ലല്ലോ, അവർ തുടർച്ചയായിട്ട് എടുത്തു വന്ന നിലപാടാണ് മദ്യനിരോധനം എന്നുള്ളത്. UDFിൻ്റെ നിലപാട് മദ്യനിരോധനത്തിലേക്കാണെന്ന് എങ്ങനെയോ സഭ തെറ്റിദ്ധരിച്ചു. കാരണം ഈ ബാർ വിവാദം അതിൻ്റെ പരിണാമം പരിശോധിച്ചുള്ള ഏതൊരാൾക്കും മനസ്സിലാവും, ആ മദ്യനിരോധനത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം അപ്പോഴെടുത്ത തീരുമാനങ്ങൾ അങ്ങനൊരു പതനത്തിലേക്ക് എത്തിച്ചേർന്നു. തങ്ങൾ ആഗ്രഹിക്കാത്ത പതനത്തിലേക്ക്, തങ്ങളെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയും അതുപോലെ എക്സൈസ് മന്ത്രിയും എല്ലാം ആഗ്രഹിക്കാത്തൊരു തലത്തിലേക്ക് കോൺഗ്രസിനുള്ളിലുള്ള തർക്കങ്ങൾ മൂലവും മറ്റും അവിടെ എത്തിച്ചേർന്നു. ഇതെങ്ങനെ പിൻവാങ്ങാൻ പറ്റും, കൂടുതൽ പ്രായോഗികമായ നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്തോ എടുത്ത നിലപാടിൽ നിന്നുള്ള പിന്മാറ്റമായിട്ട് പള്ളി കരുതുകയാണ്. ഒരിക്കലും അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ നിശിതമായ വിമർശനമായിട്ട് പള്ളി രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ അത് പുതിയ കാര്യമൊന്നുമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്ന കാര്യമാണ്. ബാർ ഉടമസ്ഥ സംഘം പറയുന്നു 20 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്ന്. 1 കോടി രൂപ അതിലെ ധനമന്ത്രിക്കെതിരെ, ബാക്കി 19 കോടി ജനങ്ങൾക്ക് അറിയാവുന്ന സാമാന്യമായിട്ട് മന്ത്രിമാരിൽ ചിലരത് വാങ്ങിയിട്ടുണ്ട്, കോഴപ്പണം വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം ബിഷപ്പ് പറഞ്ഞു എന്ന് മാത്രം. ശ്രീ ആന്റണി രാജു, ബിഷപ്പ് കത്തോലിക്ക സഭ എക്കാലത്തും കേരള കോൺഗ്രസിൻ്റെ അടിത്തറയായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയ നയ നിലപാടുകളെ എപ്പോഴും സ്വാധീനിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബിഷപ്പ് പറയുന്നു കെ.എം. മാണിയെ അദ്ദേഹം കോഴ വാങ്ങി എന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. പ്രകാശ്, ബിഷപ്പിന്റെ പ്രസ്താവനയെ വളച്ചൊടിക്കരുത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇന്ന് ആ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന ആലങ്കാരികമായി പറഞ്ഞ ചില കാര്യങ്ങളാണ്. പക്ഷേ ശരിയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതും നയം എന്താണെന്നുള്ളതും ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? കെ.എം. മാണി കോഴ വാങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. 50 വർഷത്തെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആൾ രൂപമാണ് കെ.എം. മാണി. മദ്യനയം തിരുത്തിയാൽ സംശയിക്കേണ്ടി വരുമെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്. ഇങ്ങനെയുള്ള ഒരു നിലപാടാണ് ബിഷപ്പിന്റെ പ്രസ്താവനയിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ അഭിമന്യനായ പിതാവ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതിൽ ഞങ്ങൾ അതിശയിക്കുന്നില്ല. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ അടുത്ത നാളുകളുണ്ടായ പ്രസ്താവനകൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ, എക്സൈസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ, UDF കൺവീനർ ഉൾപ്പെടെ, VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ മദ്യ മുതലാളികൾക്ക് അനുകൂലമായ ഒരു നയം മാറ്റത്തിലേക്ക് ഗവൺമെന്റ് പോകുന്നു എന്നുള്ള സംശയവും അത് പ്രതിരോധിക്കുവാനുള്ള ഒരു മുൻകരുതലുമാണ് ബിഷപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ മദ്യവിമുക്തമാക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളുടെ നിലപാട്.
ആ കാര്യത്തിൽ ഈ നയത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ, അതായത് ഈ നയം കോടതിയിൽ നിലനിൽക്കാതെ നിയമപരമായി നിലനിൽക്കാത്ത എന്തെങ്കിലും പഴുതുകളുണ്ടെങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു പുതിയ മദ്യനയത്തിന് രൂപം കൊടുക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നവരാണ് നല്ലത്. അങ്ങനെയല്ല ശ്രീ ആന്റണി രാജു, അങ്ങനെയല്ല. 20 കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് നൽകാൻ സമാഹരിച്ചു. അതിൽ രാഷ്ട്രീയക്കാർക്ക് വിതരണം ചെയ്തു. ഒരു ഭാഗം ധനമന്ത്രിക്ക് കൊടുത്തു. എല്ലാവരും ഇത് പത്രത്തിൽ വായിച്ചു, അത് നിഷേധിക്കുകയും ചെയ്തു. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഈ മദ്യനിരോധനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു ഈ കോഴ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞ ബിഷപ്പ് പിന്നീട് ഈ ആമുഖത്തിൽ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. മദ്യവിരുദ്ധ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പ്രവണതകൾ കാണുമ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടി വരുമെന്നുള്ള ആശങ്കാ പ്രകടനം മാത്രമാണ് താൻ പ്രസംഗ ശൈലിയിൽ ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് പ്രകടിപ്പിച്ചു എന്ന കാര്യത്തിൽ ഈ മദ്യനയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് KM മാണി കോഴ വാങ്ങി എന്ന ആരോപണം അത് അദ്ദേഹം വിശ്വസിച്ചു എന്ന ആ നിലപാട് അത് പല ഭാഷകളിൽ പറഞ്ഞാലും നിലനിൽക്കുന്നു. അപ്പോൾ ബിഷപ്പ് കത്തോലിക്ക സഭ KM മാണിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലും ശരിയല്ല. അത് ആ പ്രസ്താവന, ആ വ്യാഖ്യാനം തെറ്റാണ്. അത് അഭിമന്യനായ ബിഷപ്പിനെ പോലും അപമാനിക്കുന്നതിനും ബിഷപ്പിന്റെ പ്രസ്താവനയെ വളച്ചൊടിക്കുന്നതുമാണ്. ബിഷപ്പ് തന്നെ പറഞ്ഞതെന്താ, എൻ്റെ പ്രസ്താവനയെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ബിഷപ്പ് ഹൗസിൽ നിന്നും എഴുതി തയ്യാറാക്കിയ പ്രസ്താവന. ശ്രീ ആന്റണി രാജു അങ്ങനെ പറയരുത്. കാരണം എന്താണ് ബിഷപ്പ് കോട്ടയത്ത് പ്രസംഗിച്ചത് എന്ന് എല്ലാവരും കേട്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ശ്രീ PC ജോർജ് പറഞ്ഞു, സമ്പൂർണ്ണ മദ്യനിരോധനം അത് അങ്ങനെ സാധ്യമല്ല. ബിഷപ്പ് ഹൗസുകളിൽ സഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈൻ നിർമ്മാണം നടക്കുന്നുണ്ട്. ബിഷപ്പെ അത് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുമോ എന്ന സംശയം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് തിരുത്തു വരുന്നത്. നിങ്ങൾ എന്താണ് ബിഷപ്പിനെ കുപ്പിയിലിറക്കാൻ ചെയ്തത്? അത് ശരിയല്ല. കാരണം ശ്രീ PC ജോർജ് പറഞ്ഞത് തന്നെ, ഈ വൈനുമായി ബന്ധപ്പെട്ട് ശ്രീ PC ജോർജ് പറഞ്ഞത് തന്നെ ശരിയല്ല. കാരണം മാസ് വൈനായി ഉപയോഗിക്കുന്ന വൈനും ബാറുകളിൽ വിതരണം ചെയ്യുന്ന വൈനും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. മാസ് വൈൻ ഉപയോഗിക്കുന്ന വൈനിന്റെ വീര്യം വളരെ കുറഞ്ഞ 4% താഴെ മാത്രമാണ്. അതേസമയം ബിയറുകളിലും വൈനുകളിലുമുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റിന്റെ ശതമാനം 14% അതിന് മുകളിലുമാണ്. അതുകൊണ്ട് തന്നെ മാസ് വൈനിന്റെയും ഈ മറ്റ് ബിയർ വൈൻ പാർലറുകളിൽ കൊടുക്കുന്ന വൈനിനെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല. അത് തെറ്റിദ്ധാരണയുണ്ടാക്കും. അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. കത്തോലിക്ക സഭയ്ക്കോ കേരള കോൺഗ്രസ് പാർട്ടിക്കോ മറ്റാർക്കും തന്നെ അതേക്കുറിച്ച് സംശയമുള്ളതല്ല. ശ്രീ PC ജോർജ്, ഈ കാര്യത്തിൽ ഇപ്പോൾ സഭയ്ക്ക് സംശയം KM മാണിയുടെ നേരെ ഉയർന്ന കോഴ ആരോപണം, അതിനുശേഷം സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ പിന്നാക്കം പോകൽ, സമ്പൂർണ്ണ മദ്യനിരോധനം തുടർച്ചയായി പ്രഖ്യാപിച്ചിരുന്ന ഒരു സർക്കാർ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോരുമ്പോൾ അന്ന് കോഴ വാങ്ങിയതിൻ്റെ ഭാഗമായി മാണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ട ചില ഒത്തുതീർപ്പുകളുണ്ട് എന്ന് ഇവിടെ കേരളത്തിലെല്ലാവരും ചർച്ച ചെയ്യുന്നു. കോടതിയിൽ തോറ്റുകൊടുത്തേക്കാം ബാറുകൾക്ക് വേണ്ടി എന്ന്. അത് സഭ സംശയിക്കുന്നു, അത് സഭ വിശ്വസിക്കുന്നു എന്നല്ലേ ബിഷപ്പ് പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രകാശ്, ചോദ്യം കൂടുതലും ഉത്തരം ചെറുതായിട്ട് കാര്യമുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ വിഷയമാണ്. ഇപ്പൊ ആന്റണി പറഞ്ഞ് ശുദ്ധ അബദ്ധവും തെറ്റുമാണ്. കാരണം വൈൻ നിരോധിച്ചാൽ മാസ് വൈനും നിരോധിക്കേണ്ടി വരും. കാരണം നിയമവിരുദ്ധമാവും. ഇതറിയാതെ ആന്റണി വർത്തമാനം പറയുക. എന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആന്റണി. അതായത് ശതമാനം നോക്കിയാൽ 10% നമ്മുടെ മറ്റേ വൈനിലുള്ളത് പുറത്ത് വിൽക്കുന്നത്. മാസ് വൈന് 4 മുതൽ 6% വരെ വരും. മനസ്സിലായില്ലേ? പക്ഷേ മദ്യം നിരോധിക്കേണ്ട ഭാഗം വൈൻ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ വൈൻ നിർമ്മാണമേ നിരോധിക്കേണ്ടി വരും. വൈൻ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് ലൈസൻസ് ഉണ്ട്. അഭിനന്ദ പിതാക്കന്മാരൊക്കെ വെറുതെ ആരുടെ അനുവാദത്തിന് ചുമ്മാ വൈൻ ഉണ്ടാക്കല്ല. നിയമം അനുസരിച്ച് ലൈസൻസ് എടുത്തിട്ടാണ് വൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനത്തിന്റെ ഭാഗമായി വൈൻ കൂടെ നിരോധിച്ചാൽ മാസ് വൈൻ നിരോധിക്കേണ്ടി വരും. ഇത് ബോധവും വിവരമുള്ളവരെല്ലാം മനസ്സിലാവും ഞാൻ പറയുന്നത്. അത് PC തെറ്റ് പറഞ്ഞു എന്ന് ആരും പറയണ്ട. PC ശരി തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ പറയാ പ്രകാശ്, വസ്തുതാപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യണം. ക്രിസ്ത്യാനി എല്ലാം കേരള കോൺഗ്രസ് എല്ലാം ക്രിസ്ത്യാനി അല്ല, ക്രിസ്ത്യാനി എല്ലാം കേരള കോൺഗ്രസ്, അരമനയെല്ലാം ക്രിസ്ത്യാനി, അരമനയെല്ലാം കേരള കോൺഗ്രസ് ഒന്നും ചിന്തിക്കേണ്ട. കേരള കോൺഗ്രസ് ഒരു സെക്കുലർ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ്. മതേതരത്വത്തിന് വെച്ച് ഊന്നൽ കൊടുക്കുന്ന പാർട്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം എന്താണെന്നറിയാമോ?
ഇവിടെ കള്ള് നിരോധിക്കുന്നില്ല. അത് പലപ്പോഴും പോയി പഠിക്കണം ഓരോന്ന്. വേറെ വർത്താനം പോയിട്ട് കാര്യമുണ്ടോ? കള്ളെന്ന് പറയുന്നത് 17% ആൽക്കഹോളുണ്ട്, മനസ്സിലായോ? ആ കള്ള് നിരോധിക്കാത്തിടത്തോളം കാലം 10% മാത്രം ആൽക്കഹോളുള്ള വൈനും 7% മാത്രമുള്ള നമ്മുടെ ബിയറും നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടാൽ ഏതെങ്കിലും ഒരു പൗരൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി റിട്ട് കൊടുത്താൽ സ്വാഭാവികമായി ഗവൺമെന്റ് ആ തീരുമാനം തിരുത്തപ്പെടേണ്ടി വരും. കോടതി തിരിച്ചു പറയും. കോടതി കുറ്റം പറഞ്ഞ കാര്യമില്ല. പൗരനുള്ള അവകാശം സംബന്ധിച്ച തർക്കത്തിൽ നിഷ്പക്ഷമായി നിയമപരമായ വിധി പറയാൻ അത് വ്യക്തമാണ്. ശ്രീ പി സി ജോർജ്, അപ്പോൾ താങ്കൾ ഇന്ന് ബിഷപ്പ് ഈ രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പിനൊരു മുന്നറിയിപ്പ് കൊടുത്തു. എന്തുകൊണ്ടാണ് ബിഷപ്പ് കോട്ടയത്ത് ഒന്ന് പറയുകയും പിന്നീട് ഒരു പ്രസ്താവന തിരുത്തി ഇറക്കുകയും ചെയ്യേണ്ടി വന്നത്? ബിഷപ്പിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഞാൻ ബിഷപ്പിനെ സ്വാധീനിച്ചില്ല എന്ന് മാത്രമല്ല, ബിഷപ്പിനെ ഫോണിൽ വിളിച്ചില്ല എന്ന് മാത്രമല്ല, ആരും വിളിച്ചില്ല. ഞാൻ കുറവിലങ്ങാട്ട് കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോഴാണ് ഞാനിതറിയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ എന്നെ വിളിച്ചല്ലോ, ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ഞാൻ നിഷ്പക്ഷവും നീതിപരവും സത്യസന്ധമായിട്ട് മറുപടി പറയുന്നു. അതിനകത്ത് അഭിനന്ദ പിതാവിനെ പോലെ മാന്യനായ ഒരു പിതാവില്ല. അത്യഭിനന്ദ പിതാവ് അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹത്തെ ഒരുപറ്റം പ്രതിപക്ഷ നമ്മൾ ഐസക്കിനെ പോലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരും ചില പത്രങ്ങളും ചേർന്നുകൊണ്ട് മദ്യത്തിൽ കാതലായി മാറ്റം വരുത്താൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്ന പ്രചരണം നടത്തിയപ്പോ അതിൽ വെച്ചുണ്ടായ വികാരപരമായ പ്രകടനമാണ് അഭിനന്ദ പിതാവ് നടത്തിയത്. അല്ലാതെ പിതാവ് അങ്ങനെ ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളുമാണോ മദ്യനയത്തിൽ തിരുത്തൽ വരുത്താൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുകയും അതിൽ പെട്ടെന്ന് അത് കേട്ട് ബിഷപ്പ് ഇഞ്ചനാനിയേൽ വളരെ വൈകാരികമായി അതിനോട് ഇത്തരത്തിൽ പ്രതികരിക്കാൻ ഇടവരുത്തുകയും ചെയ്തത്? നിയമസഭയിൽ ഞാൻ പറഞ്ഞു, സർക്കാർ ഞായറാഴ്ച ഡ്രൈ ഡേ എന്നുള്ള നിർദ്ദേശം പിൻവലിക്കുകയാണ്. 2 ബിയർ വൈൻ പാർലറുകൾ ഈ 418 അടച്ചുപൂട്ടുന്ന ബാർ ഹോട്ടലുകളിൽ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞപ്പോൾ എക്സൈസ് മന്ത്രി അന്ന് അത് നിഷേധിച്ചില്ല. മുഖ്യമന്ത്രിയാവട്ടെ ഒരു പടി കൂടി കടന്ന് ടൂറിസം മേഖല നേരിടുന്ന പ്രശ്നങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ കോടതി നിരീക്ഷണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രായോഗികമായ ഒരു സമീപനം കൈക്കൊള്ളേണ്ടി വരും. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇത് ഞാനാ പറഞ്ഞുണ്ടാക്കിയത്. മുഖ്യമന്ത്രി അസംബ്ലി പറഞ്ഞ കാര്യമല്ല ജോർജ്. ഇതൊക്കെ എൻ്റെ തല കെട്ടിവെക്കണെന്തിനാ? ഞാൻ കേട്ട കാര്യം അസംബ്ലി പറഞ്ഞ് മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തു. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറയുന്ന വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ KM മാണി ഒരു വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. ഒന്ന്, KM മാണി ഇടതുപക്ഷവുമായി ചേർന്ന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്നതിന് പിന്നാലെയാണ് ഈ ബാർക്കോഴ ആരോപണം ഉയർന്നു വരുന്നത്. മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നു വരുന്നു. VM സുധീരനെ പോലുള്ളവർ പോലും ആ കാര്യത്തിൽ മുന്നണി നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉന്നയിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപം കൊള്ളുന്നു എന്ന ചർച്ച നടക്കുന്നു. ചില നയങ്ങളിൽ ചില മാറ്റം വരുത്താൻ പോകുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിനോട് നേരിട്ട് പ്രതികരിക്കാതെ മദ്യവിരുദ്ധ സമിതി KM മാണിക്കെതിരെ കുറച്ചുകൂടി കടുത്ത ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. KM മാണിക്ക് ഇനി ഇതിൽ നിന്ന് മോചിതനാകാൻ കഴിയുമോ? KM മാണി ശരിക്കും രാഷ്ട്രീയമായിട്ട് ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ ഇന്ന് ബിഷപ്പുമാരുടെയും അവരുടെ സമിതിയുടെയും പ്രസ്താവനയും യോഗത്തിലെ ചർച്ചകളും ഒക്കെ പുറത്തു വന്നതോടുകൂടി അത് തന്നെ KM മാണിക്കെതിരായി വന്നിരിക്കുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, പ്രകാശ്, സമുദായ നേതൃത്വം ഇതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടത്, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മദ്യത്തെക്കുറിച്ചല്ല. മദ്യം ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റിയപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മദ്യം ഒരു രാഷ്ട്രീയ വിഷയമാവുകയും അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാവുകയും ചെയ്യുമ്പോൾ ഒരു സമുദായ നേതൃത്വം മദ്യ നിരോധന സമിതി എന്ന പേരിൽ ഈ പൊതുസമൂഹത്തിലെ വിഷയത്തിൽ, രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടുന്നത് ഒട്ടും ശരിയല്ല. അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. യേശുക്രിസ്തുവാണ് പറഞ്ഞത്, സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും മാറ്റിവെക്കണം, കൊടുക്കണം എന്ന്. അത് ഓർക്കണ്ടേ സമുദായ നേതാക്കന്മാർ?
ഞാൻ വളരെ വിനയത്തോടുകൂടി തന്നെ പറയുകയാണ്, ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മതേതര സമൂഹത്തിൽ ഉണ്ടാക്കും. അത് ശരിയല്ല. രണ്ടാമതൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രകാശ്. ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം മദ്യപിക്കുന്നത് ക്രിസ്ത്യാനികളാണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ക്രിസ്ത്യൻ കോളനികളിലാണ്, ഇപ്പം ചാലക്കുടി, തൃശൂർ അതുപോലെയുള്ള മേഖലകളിലാണ് കൂടുതൽ ബാറുകളുള്ളതും കൂടുതൽ മദ്യം ചിലവാകുന്നതും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ മത നേതൃത്വത്തിന് ഒരു ആശങ്കയുണ്ടാവാം. പക്ഷെ അത് ആ സമുദായത്തിൽ അവർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോ എന്റെ അടുത്ത സുഹൃത്താണ് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായിരുന്ന ജോസ് കറിയ തിരുവനന്തപുരത്ത് ഇക്കണോമിക് ടൈംസിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു. ജോസ് കറിയ ഇക്കണോമിക് ടൈംസിലെ കുറെ വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ അൽഫോൺസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം കോട്ടയത്ത് അർക്കേഡിയ ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചു, ഇന്നത്തെ ദിവസം എന്ന് മാത്രം മദ്യവിൽപ്പന നിങ്ങളുടെ കൂടിയോ എന്ന്. എന്റെ പ്രകാശ്, അന്ന് മദ്യവിൽപ്പന കൂടി. ഏത് സിസ്റ്റർ അൽഫോൺസ് അമ്മയെ വിശുദ്ധയാക്കുന്ന ദിവസം കോട്ടയത്ത് അർക്കേഡിയ ഹോട്ടലിൽ മദ്യവിൽപ്പന കൂടി എന്ന് ജോസ് കറിയ അന്വേഷണം നടത്തി, കത്തോലിക്കനായ ജോസ് കറിയ അന്വേഷണം നടത്തി തിരുവനന്തപുരത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രകാശേ, ഇപ്പൊ ജോസ് കറിയ എന്റെ കൂടെ കോട്ടയത്തുണ്ട്. അതേ അർക്കേഡിയ ഹോട്ടലിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. ജോസ് കറിയ എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അതാണ്. അപ്പോ അതുകൊണ്ട് സഭയുടെ നേതൃത്വം ഈ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കൈകഴുകുകയല്ല ചെയ്യേണ്ടത്. മദ്യപാനം കുറയ്ക്കാനുള്ള പ്രചാരണം അത് സമുദായത്തിൽ നടത്തുകയാണ് വേണ്ടത് പ്രകാശ്. അല്ലാതെ ഇതെല്ലാം സർക്കാർ ചെയ്യട്ടെ. വ്യക്തമാണ്. ശ്രീ ആന്റണി രാജു, നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ സഭയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ സമയത്ത് നിങ്ങളും സഭയും യോജിച്ചു നിൽക്കുകയായിരുന്നു, ഇടുക്കിയിൽ ഉൾപ്പെടെ. പലപ്പോഴും UDF പോലും അത് പ്രതിസന്ധി സൃഷ്ടിച്ചു. അത്തരത്തിൽ സഭയെ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇടപെടുത്തുന്നതിന് ഒരു ഘടകമായി പ്രവർത്തിച്ച ശേഷം ഇനിയിപ്പോൾ സഭയോട് KM മാണിക്കെതിരെ ഇപ്പോൾ പറയരുത്, അല്ലെങ്കിൽ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നെല്ലാം പറഞ്ഞാൽ അത് നടക്കുമോ? കേരള കോൺഗ്രസ് പാർട്ടി ഒരിക്കലും സഭയെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയല്ല, ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കൂടുതലായി ഞങ്ങൾ ശക്തമായി പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിൽ സഭയ്ക്കൊരു സ്വാധീനമുണ്ട് എന്നുള്ളതൊഴിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയമായ നയങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യത്തിലും സഭയുടെ ഒരിടപെടലും ഞങ്ങൾ അനുവദിക്കേണ്ട കാര്യമില്ല. സഭയുടെ വഴിക്കും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വഴിക്കും പോകും. ഇന്ന് അഭിമന്യനായ പിതാവിൻ്റെ പ്രസ്താവനയുടെ അന്തസ്സത്ത എന്താണ്? അതായത് ഇന്നത്തെ മദ്യനയത്തിൽ ഏതോ മാറ്റം വരുത്താൻ പോകുന്നു, അത് പ്രതിരോധിക്കാൻ കുറ്റമറ്റതായൊരു മദ്യനയം കേരളത്തിൽ നടപ്പാക്കണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഈ പ്രസ്താവനയെ കാണേണ്ട കാര്യമില്ല. അത് മാണിസാറിനെതിരായ ഒരു പ്രസ്താവനയുമല്ലത്, അത് UDF എതിരായ ഒരു പ്രസ്താവനയെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം മാണിസാറിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി തയ്യാറാക്കി പ്രസ്താവിച്ച കാര്യങ്ങളിൽ വളരെ സുവ്യക്തതയോടെ പറയുന്നു. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ ആരോപണം ഉയർത്തുന്നവരെ നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് പാലായിലേക്ക് പണം കൊണ്ടുപോകാൻ ശ്രമിച്ച ചേർത്തലയിൽ ബാർ നടത്തുന്ന ആ ബാർ ഉടമയെ കൊണ്ട് അയ്യോ ഞാൻ കള്ളിൻ്റെ പുറത്ത് പറഞ്ഞതാണേ എന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയിപ്പിച്ചു. ഞാനിതൊന്നും അറിഞ്ഞതല്ല, ആരോ ചോദിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയിപ്പിച്ചു. ഇപ്പോൾ ബിഷപ്പ് കോട്ടയത്ത് നിന്ന് ഒരു പ്രസ്താവന നടത്തുന്ന ബിഷപ്പ് അവിടെ നിന്ന് ട്രെയിൻ കയറിയപ്പോഴേക്കും ഇപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞത് സഭയിൽ നിന്ന് കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്, ഇനി ഇതിൽ മാധ്യമങ്ങളുമായി സംസാരിക്കരുത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ, നിങ്ങൾക്കെതിരെ കോഴ വാങ്ങി എന്ന ആ കാര്യം സംശയം അത് ശരിവെക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ പിൻവലിപ്പിക്കുന്ന അതിൻ്റെ രീതി എന്താ? അത് പ്രകാശ് ശരിയല്ല. കാരണം അഭിമന്യനായ പിതാവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആലങ്കാരികമായി ഒരു ഭാഷ ഉപയോഗിച്ചതാണ്, അല്ലാതെ ഞാൻ വാണിസാറ് കോഴ വാങ്ങിച്ചു എന്നുള്ള ഞാൻ മനസാകർമ്മണ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. ഗവൺമെന്റ് മദ്യനയം തിരുത്താൻ പോകുന്നു, മദ്യമൊഴുക്കാൻ പോകുന്നു എന്നുള്ള ആശങ്ക മൂലം അത് പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മദ്യമൊഴുക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടിയാണല്ലോ ഇപ്പോൾ ഇതിൽ ചില മാറ്റങ്ങൾ വേണ്ടിവരും എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്കെതിരെ ബിഷപ്പ് സംസാരിക്കുന്നില്ല. കെ ബാബു എക്സൈസ് മന്ത്രിക്കെതിരെ ബിഷപ്പ് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് KM മാണിക്കെതിരെ സംസാരിച്ചു? പ്രകാശ്, ഇന്നത്തെ പ്രസ്താവനയുടെ ആകെ തുക എടുത്ത് പരിശോധിച്ച് നോക്കുക. പ്രസ്താവന മുഴുവനായിട്ട് പരിശോധിച്ചാൽ
ആർക്കെതിരെയാണ് ആ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് വളരെ മാണി വ്യക്തമല്ലേ? പാഠം പഠിക്കേണ്ടി ഞാൻ വരുമെന്നാണ് പറയുന്നത് ആന്റണി രാജു കേരള പറയുന്നത്. കോൺഗ്രസ് മാണി പാഠം പാർട്ടിയാണോ ഈ പഠിക്കേണ്ടി യു ഡി എഫിലെ വരും, മദ്യം മാണി പാഠം പഠിക്കേണ്ടി വരും, പാഠം പഠിപ്പിക്കുമെന്ന ഒരു താക്കീത് കൂടിയാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അല്ല, അതിന് കാരണമുണ്ട്. കാരണം യു ഡി എഫിൽ ഈ മദ്യനയം 418 ബാറുകൾ അടയ്ക്കുവാൻ വേണ്ടി ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിച്ചത്. ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചത് കൊണ്ടാണ് ഈ മദ്യനയം പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി നിർബന്ധിതനായതെന്ന് KPCCയുടെ വൈസ് പ്രസിഡന്റ് MM ഹസൻ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ്. ഡോക്ടർ തോമസ് ഐസക്, ഈ മദ്യനയത്തിന് വേണ്ടി ഇത്രയധികം വാദിച്ചത് കൊണ്ടാണോ ഉമ്മൻചാണ്ടിയെയും കെ ബാബുവിനെയും സംശയിക്കാത്ത ബിഷപ്പ് KM മാണിയെ സംശയിക്കുന്നത്? കഥ നോക്കിക്കേ, ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിൽ തർക്കം. ആ തർക്കത്തിൽ തുടക്കത്തിൽ KM മാണിയും കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയുടെ ഒപ്പമാണ്. എന്നാൽ ഇടക്കാലത്ത് അവര് സുധീരനോടൊപ്പം ചേർന്നു. അപ്പോഴാണ് ഉമ്മൻചാണ്ടി എന്നാൽ മറുകണ്ഠം ചാടി സുധീരനെ വെട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ 418 ബാറല്ല, ബാറേ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ മാണിയുടെ ഈ കാലുമാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എന്നാൽ ഇപ്പോൾ വന്ന ഈ പുതിയ ചിന്താഗതി, ആ ചിന്താഗതി KM മാണി കൊണ്ടുവന്നിട്ടുള്ളതല്ല. ആ ചിന്താഗതി ഉമ്മൻചാണ്ടിയും എക്സൈസ് മന്ത്രിയുടെയും സംഭാവനയാണ്. എന്തുകൊണ്ടാണ് ബിഷപ്പ് KM മാണിയുടെ പേര് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പക്ഷെ KM മാണി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഈ മന്ത്രിമാരെ എല്ലാവരെയും കുറിച്ചാവാം. അത് യാദൃച്ഛികമായിട്ട് നാവിൻ്റെ പിഴയൊന്നുമല്ല. ഇത്തരത്തിലൊരു നയമാറ്റം ഉമ്മൻചാണ്ടി പറഞ്ഞ പോലുള്ളൊരു നയമാറ്റമാണ് വരുത്തുന്നതെങ്കിൽ അത് ഈ പറഞ്ഞ അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്നതായിരിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ നിലപാടിൽ തിരുത്തലിനും മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കേരളം ഇന്ന് പൊതുവെ കരുതുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യം ബിഷപ്പ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം വീണ്ടും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതിൻ്റെ പ്രസ്താവനയുടെ പ്രത്യാഘാതം ചെറുതല്ല, വലുതാണ്. അദ്ദേഹത്തിൻ്റെ മേൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്ന് മയപ്പെടുത്തിയത്, തിരുത്തിയത്. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ ആന്റണി രാജു, ശ്രീ PC ജോർജ്, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.